നിങ്ങൾ MOU നടപ്പിലാക്കിയില്ലെന്ന് പിരിച്ചുവിടോ? തട്ടല് വേണം. അങ്ങനെയാണെങ്കിൽ രാജിവെച്ചിട്ട് LDF തന്നെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ പിന്നെ ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുത്ത് അയച്ചത്? PM ശ്രീയിൽ ഇപ്പോ ഏതായാലും മുന്നോട്ടാണ് എന്നുള്ളതാണ് UDF കൺവീനർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് കാരണം പറയുന്നത് LDF ഒപ്പിട്ടു എന്നതാണ് അതിന് കാരണമായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാജിവെച്ചിട്ട് LDF തന്നെ ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ പിന്നെ ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുത്ത് അയച്ചത്? തെരഞ്ഞെടുപ്പിന് മുൻപ് എന്താ പറഞ്ഞിരുന്നത്? ഒപ്പിടാതിരിക്കുന്ന ഏത് സാഹചര്യമാണ് ഉണ്ടായത്? ഞങ്ങൾ വന്നാൽ ഇത് അറബിക്കടലിൽ വലിച്ചെറിയും. RSS അജണ്ട നടപ്പിലാക്കാനായിട്ടുള്ള രഹസ്യധാരണ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കണ്ടതിന് ശേഷമാണ് ഒപ്പിട്ടത്. ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രസ്താവന. എന്നാൽ ആ പ്രസ്താവനകൾക്കെല്ലാം ഘടകവിരുദ്ധമായി ഇപ്പോൾ പൂർണ്ണമായിട്ടും BJPക്ക് വിധേയമായി നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്നതിന് വല്ല പ്രസക്തിയുണ്ടോ? ഞങ്ങൾ ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ സെക്രട്ടറി ഒപ്പിട്ടപ്പോൾ അത് വിവാദമായി വന്നു. ഞങ്ങളത് പരിശോധിച്ചു. മന്ത്രിസഭ ചർച്ച ചെയ്തുകൊണ്ട് കൂട്ടായി തീരുമാനിച്ചു. ക്യാബിനറ്റിന്റെ ഡിസിഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. ആ തീരുമാനത്തിൽ ഗവൺമെന്റ് ക്യാപ്റ്റൻ അബേൻസ് അത് തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് കേന്ദ്രത്തിന് കത്തെഴുതി. പിന്നെ ഞങ്ങൾ കടുകുമണി മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പാർലമെന്റിൽ പോയി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയല്ലോ. കേരളം ഇതിന്റെ ഭാഗമായിട്ടില്ല, ഫണ്ട് വാങ്ങിയിട്ടില്ല. യഥാർത്ഥത്തിൽ SSA ഫണ്ട് വാങ്ങി ഇന്ന് മന്ത്രി കിടന്ന് ഉരുളാണ്. നേരത്തെ ഇവർ ഫണ്ടെല്ലാം വാങ്ങിക്കഴിഞ്ഞു. എന്താ ശ്രീ കുഞ്ഞാലിക്കുട്ടി, ശ്രീ മുഖ്യമന്ത്രി, അതുപോലെ ശ്രീ ശംസുദ്ദീൻ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഫണ്ടെല്ലാം അവർ വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? ഇപ്പൊ പറയുന്നത് ആ ഫണ്ടല്ല, SSAയുടെ ഫണ്ടാണ്. SSAയുടെ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ പോലും പിന്നീട് വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് തമിഴ്നാടിനോടൊപ്പം കേരളത്തിന് ഫണ്ട് കിട്ടിയപ്പോ SSAക്ക് കൊടുത്ത ഫണ്ട് കൂടി വെട്ടിക്കുറച്ചിട്ടാ മതി. യഥാർത്ഥത്തിൽ 1 രൂപ പോലും ഒപ്പിട്ടതിന്റെ ഭാഗമായി കിട്ടിയില്ല. ഇപ്പൊ ഒപ്പിട്ടു, ക്യാബിനറ്റ് അറിയാതെ ഒപ്പിട്ടാൽ ഇപ്പോ ചിലര് വലിയ അഭിപ്രായം പറഞ്ഞല്ലോ. ഒരു പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തില്ലേ? എന്താ കാര്യം പറയണത്? മുഖ്യമന്ത്രി ഗവൺമെന്റ് പറഞ്ഞു ചിലർ എഴുതി ഇത്രയും വിധേയത്വം പാടോ? അപ്പൊ നിങ്ങൾ നടപടി സ്വീകരിക്കണം. ക്യാബിനറ്റ് അറിയാതെ ഒപ്പിട്ട് ഏത് ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെതിരെ ഞങ്ങൾ നടപടിയെടുക്കും. ക്യാബിനറ്റ് അറിഞ്ഞിട്ടില്ല, ക്യാബിനറ്റ് അറിയാതെ ഏത് ഗവൺമെന്റ് ആണെങ്കിലും മന്ത്രിസഭയുടെ തീരുമാനമില്ലാതെ എവിടെ നിന്ന് കിട്ടി? അതുകൊണ്ട് ഞങ്ങൾ ഇതാ നടപടി എടുക്കാൻ പോകുന്നു. ആ നടപടികൾ എടുക്കുമെന്ന് ഞങ്ങൾ കേന്ദ്രത്തെ അറിയിക്കും. ഞങ്ങൾ 1 ഇഞ്ച് മുന്നോട്ട് പോവില്ല എന്ന് പറയേണ്ടതിന് പകരം ഏറ്റവും കുറവ് എവിടെയാണോ കേരളം നിന്നിരുന്നത് അവിടെയെങ്കിലും നിൽക്കുന്നു പറയണ്ടേ? അതിന് പകരം നേരത്തെ പറഞ്ഞ പോലെ മുട്ടിന് നിൽക്കാൻ പറഞ്ഞപ്പോഴേ അടിയന്തരാവസ്ഥ പറഞ്ഞല്ലോ. കിടന്ന് നേരെ കേന്ദ്രത്തിന്റെ കാല് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും മാറിയില്ലേ? ഇവരെന്താ ഇത് നടപ്പിലാക്കിയില്ല എന്ത് സംഭവിക്കും? ഞങ്ങൾ അന്നൊരു മന്ത്രിസഭ ഉപസമിതി ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിരുന്നത് നിയമപരമായിട്ട് നിൽക്കില്ല. ഏതെല്ലാം കാര്യങ്ങൾ വേണം? ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ല, MOU ആണ്, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് മാത്രമാണ്, എഗ്രിമെന്റ് ഒന്നുമല്ല. എന്താ ഇവര് നടപ്പിലാക്കില്ല? ഞങ്ങളിതാ ഈ കഴിഞ്ഞ ഗവൺമെന്റിന് ഇവർക്ക് കുറെ കൂടി ആധികാരികമായിട്ട് പറയാലോ. മന്ത്രിസഭയുടെ അംഗീകാരം ഇല്ലാതെ ഒപ്പുവെച്ചു, ആ ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നടപടിയെടുക്കാൻ പോവാണ്, ഞങ്ങൾ ഇതുമായിട്ട് ഇഞ്ച് മുന്നോട്ട് പോയില്ല. ഇവരെന്താ മൂക്കിൽ വലിച്ചു കിട്ടുമോ? ഇവരെന്താ പിരിച്ചുവിടോ? 59 EMS ഗവൺമെന്റ് പിരിച്ചുവിട്ട പോലെ നിങ്ങൾ MOU നടപ്പിലാക്കിയില്ലെന്ന് പിരിച്ചുവിടോ? തട്ടല് വേണം. തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷത്തിരിക്കുമ്പോ പെടുന്ന വെല്ലുവിളിച്ചാൽ പോരാ, ഭരിക്കാനുള്ള നട്ടല് വേണം. പറഞ്ഞ നിലപാട് ഉറച്ചു നിൽക്കാനുള്ള അത് കാണിക്കേണ്ടതുണ്ട്. അതിന് പകരം പൂർണ്ണമായിട്ടും BJPക്ക് വിധേയമായിരിക്കുന്നു. ഞെട്ടിപ്പോയില്ല എല്ലാവരും സുപ്രീം കോടതിയുടെ ആ നിർദ്ദേശം കണ്ടപ്പോ? കേരളം മാത്രമല്ലേ കേസെടുത്തത്. ഒരു ബസ് പോലും പോവാത്ത പനമ്പള്ളി നഗറിൽ വേടനെ പോലൊരാൾ അവിടെ പോയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ പ്രതിഷേധിച്ചതിന് വരെ കേസെടുത്തില്ലേ? ഇന്ത്യയിൽ ഈ ഗവൺമെന്റ് അല്ലാതെ ഏതെങ്കിലും ഗവൺമെന്റ് ഉണ്ട്? രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയാണ് പാർലമെന്റ് കേസെടുത്തതിനെ കുറിച്ച്. അപ്പൊ RSS ട്വീറ്റ് ചെയ്യാണ് കേരളത്തിലല്ലേ കേസ് ഉത്തരം എടുത്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയാണ് ഇന്ത്യയിൽ എല്ലായിടത്തും വൈസ് ചാൻസലർമാരെ നിങ്ങൾ RSSകാരെ വയ്ക്കുന്നു. ഇവിടെ വൈസ് ചാൻസലർമാരെ RSSകാരെ വച്ചപ്പോ കമാന്നൊരു അക്ഷരം ഈ ബുധനാഴ്ച നുണപ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ബുധനാഴ്ച എല്ലാ ദിവസവും നടത്തുന്നു കമാന്നൊരു അക്ഷരം. ഇത് തെറ്റായിപ്പോയി എന്ന് മർമ്മരം പോലെ. അപ്പൊ BJPയുടെ മുഖ്യമന്ത്രി വേണുഗോപാൽ പറഞ്ഞത് ഒരു സംശയവും വേണ്ട, കേരളത്തിൽ ഇപ്പോ ഭരണം നടത്തുന്നത് BJPക്ക് വേണ്ടിയുള്ളൊരു സർക്കാർ മാത്രമാണ്.